ഇത് മോഡൽ എത്ര? 2012 മോഡൽ G4 Innova. ഓടിയിട്ടുള്ളത് 1,20,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടിക്ക് ആക്സിഡന്റ് ഹിസ്റ്ററി ഇതിന്റെ ഹൈലൈറ്റ് ഒന്ന് പറഞ്ഞേ. ഇത് ബാക്കിൽ 2 സീറ്റാണ്, മിനി കാരവനാണ് വണ്ടി. ബാക്കിൽ 2 മറ്റേ മസാജിങ് സീറ്റ് വരുന്നതാണ്. സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ അതില് ടിവി, AC, TV, ഫ്രിഡ്ജ്, എല്ലാ സെറ്റപ്പും ഉണ്ടല്ലേ? ഓക്കെ. ഒരു യാത്ര ചെയ്യുന്ന ആൾക്ക് അത്യാവശ്യം ലോങ് ഒക്കെ പോകുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി പോവാ. എന്ത് റൂം ലോഡ്ജ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഉറങ്ങാം അല്ലെ? എല്ലാ സെറ്റപ്പ് ഉണ്ടല്ലേ? എല്ലാ പ്രേക്ഷകർക്കും പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ ഇന്നുള്ളത് റോയൽസ് മാറഞ്ചേരിയിലാണ്. ഇവിടെ കുറച്ച് പുതിയ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്നോടൊപ്പം ഇന്നുള്ളത് റാഷിദാണ്. റാഷിദ് എന്തൊക്കെയുണ്ട്? ഇവിടുത്തെ ഓണറാണ്. സ്ഥിരമായിട്ട് ഇവിടുത്തെ വീഡിയോ കാണുന്ന ആൾക്കൊക്കെ റാഷിദ് ഭായിനെ അറിയാം. പിന്നെ നമ്മള് ആദ്യം ഇന്നോവയിൽ തന്നെ തുടങ്ങുന്നല്ലേ? ഇന്നോവ അന്നാള് ചെയ്തതിൽ 1-2 പോയിക്കുന്നല്ലേ? ഈ ക്രിസ്റ്റ ഏതാ പോയത്? ക്രിസ്റ്റൻ പോയി. ഓക്കെ. അപ്പോ നമുക്ക് ഇവിടെ ഇപ്പോ ഒരു ഇന്നോവും ഒരു ക്രിസ്റ്റ മാത്രമല്ലേ ഉള്ളൂ? ഓക്കെ, നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഒരു ഗുജറാത്ത് റൈസനിൽ വരുന്ന ഒരു ഇന്നോവ കാർ നമുക്ക് പരിചയപ്പെടാം. ഇതിപ്പോ നിലവിൽ നമ്പർ മാറിയിട്ടില്ല. മോഡൽ എത്ര റാഷിദ് ഭായി? 2015 മോഡൽ G4 Innova. 2 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. കമ്പനി സർവീസ് ഉണ്ട്. ഹിസ്റ്ററി നമ്മളതിൽ അവൈലബിൾ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. നല്ല വണ്ടി. ഓക്കെ. പിന്നെ ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഫുൾ നീറ്റ് ആണ്. 80% ടയർ ഉണ്ട്. ഒരു 80% കട്ടുള്ള ടയറാണ്. പിന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പൊ പാർട്ടി വന്നാൽ അവർക്ക് കൊടുക്കാനുള്ള സകല കണ്ടീഷൻ ആക്കി നിർത്തിയത്. വർക്കൊന്നും പെൻഡിങ് ഇല്ല. എല്ലാ വർക്കും കംപ്ലീറ്റ് ആണ്. ഓൾറെഡി ഇപ്പൊ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന്റെ മെയിൻ ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല. ഒരു സാധനം റീപ്ലേസ് ഇല്ലല്ലേ? ഓക്കെ. ഇതിന് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. ഓക്കെ. ഇതിപ്പോ നിങ്ങൾ എത്ര ചോദിക്കണം? ഇപ്പൊ ഇത് നമ്മളിവിടെ നമ്പർ ആക്കിയിട്ട് 8.75 രൂപ കൊടുക്കും ഫൈനലി. ഓക്കെ. നമ്പർ ആക്കിയിട്ട് 8.75 നമ്പർ ഒക്കെ ബുക്ക് ചെയ്തെടുത്ത് കൊടുക്കാം. ഇതില് എന്തെങ്കിലും കുറയാണ്ടാവും അല്ലേ? എന്തെങ്കിലും ചെറുതായിട്ടൊരു വില കുറച്ച് കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ മോഡൽ എത്ര പറഞ്ഞ? 2015 G4 Innova. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി കേട്ടോ. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വണ്ടി നിൽക്കുന്നത്. ഇനിയിപ്പോ കേരള നമ്പർ ആകുമ്പോൾ 2ാമത്തെ ഓണർ ആവും. എർട്ടിഗ നമുക്ക് പരിചയപ്പെടാം. ഡീസൽ വണ്ടിയാണ് ഇത്. ഇതിപ്പോ കയറിയതാണ് കേട്ടോ. ഇപ്പൊ സ്റ്റോക്ക് കയറിയ വണ്ടിയാണ്. ഇത് മോഡൽ എത്ര? 2014 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. വീഡിയോ വണ്ടിയാണ്. വീഡിയോ ഓപ്ഷൻ വരുന്നത്. ഓക്കെ. വണ്ടി വണ്ടി അടിപൊളി വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും 1,38,000 കിലോമീറ്റർ ഓടിയുണ്ട്. കമ്പനി സർവീസ് ഉണ്ട്. 80% അബൌട്ട് ടയർ ഉണ്ട്. ഇൻഷുറൻസ് ഫുൾ കവർ പുതിയതുണ്ട്. ബോഡിമേലായാലും ഇന്റീരിയറിലായാലും സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ നീറ്റ് ആണ്. നല്ല വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നും മാറിയില്ല. ഇനി എത്ര ചോദിക്കണത്? ഇത് നമ്മൾ 4.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ. ചോദിക്കുന്ന 4.5 ആണെങ്കിലും വില കുറച്ച് കൊടുക്കും. ഇവിടെ നമുക്ക് നല്ലൊരു അടിച്ചാപ്പൊളി MH റൈസനിൽ വരുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റ നമുക്ക് നോക്കാം. പൈസ പോയിട്ട് പവർ വരട്ടെ അല്ലെ റാഷിദ് ഭായി? ഇത് മോഡൽ എത്രയാണ്? 2018 മോഡൽ. 18 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന G4 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. 93,000 കിലോമീറ്റർ സംതിങ് ഓടിയിട്ടുള്ളൂ. 93 ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ഹിസ്റ്ററി നമ്മുടെ കയ്യിലുണ്ട്. അവൈലബിൾ ആണ്. ഇത് ഓപ്ഷൻ ഏതാ വരുന്നത്? വണ്ടി G4 ആണല്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും വേറെ വണ്ടി ഫ്രണ്ട് ന്യൂ ടൈപ്പ് ആക്കിണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അതായത് പുതിയ ഷേപ്പിലേക്ക് മാറിയ വണ്ടി അല്ലേ? പുതിയ ഷേപ്പിലേക്ക് മാറ്റി. ഓക്കെ. ഇപ്പൊ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടി. ഫുൾ നീറ്റ് വണ്ടി. ഒന്നും കൊണ്ടുപോയിട്ട് ഒന്നും ചെയ്യാനില്ല. ആകെ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല പെർഫോമൻസ്. ഒന്നും ചെയ്യാനില്ല കേട്ടോ. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. എണ്ണടിച്ചാ ഓടാന്നല്ലാതെ യാതൊരു മെക്കാനിക് പരമായിട്ട് യാതൊരു പണിയില്ല. ഫുള്ളാണ്. ഇതിന് നിങ്ങൾ എത്ര ആസ്കിങ്? നമ്മളിവിടെ നമ്പർ ആക്കിയിട്ട് നമുക്ക് 16 ലക്ഷം രൂപ കൊടുക്കാം ഫൈനൽ. നമ്പർ ആക്കിയിട്ട് 16 രൂപ കൊടുക്കാം. 16 ലക്ഷം രൂപ കൊടുക്കാം തന്നെ. അതിനാണെങ്കിൽ 14 രൂപ കൊടുക്കാം. NOC നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 14 രൂപക്ക് തരും. നമ്പർ ആക്കിയിട്ടാണെങ്കിൽ 16 ലക്ഷം അല്ലേ? ഇത് മോഡൽ എത്ര? ഞങ്ങള് 2018 മോഡൽ. 18 മോഡലാണ് കേട്ടോ. 18 മോഡലാണ്. ഇത് മാനുവൽ അല്ലേ വണ്ടി? മാനുവൽ ആണ് വണ്ടി. ഓക്കെ. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കി കളി കേട്ടോ. നല്ല അലുവ പോലത്തെ വണ്ടിയാണ്. ഇവിടെ നമുക്ക് ഒരു വിറ്റേര ബ്രസ നമുക്ക് പരിചയപ്പെടാം. ഇത് ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. ഓക്കെ. മോഡൽ കാര്യങ്ങളൊക്കെ 2016 മോഡൽ ZDI പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. 1,36,000 സംതിങ് കിലോമീറ്റർ ഓടി. കമ്പനി സർവീസ് ഉണ്ട്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കോസ്റ്റ്ലി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും വണ്ടി ചെയ്യാനില്ല. ടയർ ആയാലും ഇൻഷുറൻസ് ആയാലും ഒക്കെ പുതിയതാണ്. ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല ലെതറിന്റെ ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാരിയർ ഒക്കെ നിങ്ങൾ ഫിറ്റ് ചെയ്തത് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തല്ലേ? ഓക്കെ. ഇത് ഫുൾ ഓപ്ഷനിൽ വരുന്നല്ലോ. ഓക്കെ. അലോയ്സ് കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷനിൽ വരുന്നതാണ്. ഇത് ZDI പ്ലസ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത്. കീലെസ് എൻട്രി ആണ്. കീലെസ് എൻട്രി ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ. വണ്ടി ഏകദേശം ഒരു ടയറൊക്കെ പുത്തൻ ടയർ അല്ലേ? ടയറൊന്നും കുഴപ്പമില്ല. നല്ല ടയറാണ്. ഓക്കെ. 90% ടയറുകളൊക്കെ
കട്ടുള്ളതാണ്. ഇതിന് നിങ്ങൾ എത്ര ചോദിക്കണേ? ഇത് ഫൈനൽ നമുക്ക് 6.85 കൊടുക്കാം. 6.85 ചോദിക്കണേ ഫൈനലായിട്ട്. എന്തെങ്കിലും നമുക്ക് കസ്റ്റമർ വന്ന് അവർക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ. അല്ല വണ്ടി ഇത് നല്ല ഒരു ഇതിന്റെ കാണാൻ തന്നെ ഒരു ലുക്കുള്ള വണ്ടിയാണ്, അല്ല ഒരു കോലുള്ള വണ്ടിയാണ്. ഗ്രേ കളർ ആയതുകൊണ്ട് ആൾക്കാർക്ക് പെട്ടെന്ന്. നിങ്ങൾ ലാസ്റ്റ് വിലയാണ് ചോദിക്കുന്നത്? അതെ, 6.85 എന്തെങ്കിലും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കും. കസ്റ്റമർ വന്ന് വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൂടി ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇതിനൊക്കെ ഫിനാൻസ് എത്ര കയറും? മാക്സിമം 5 ലക്ഷം രൂപ വരെ നമുക്ക് കിട്ടും. 5 രൂപ ഫിനാൻസ്, 5 രൂപ കിട്ടും. ഓക്കെ. അതിന്റെ i10 ഗ്രാൻഡ് നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്രയാണ്? 2015 മോഡൽ. ഓപ്ഷൻ i10 ഗ്രാൻഡ് സ്പോർട്സ്. ഓക്കെ. ഇത് പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ വണ്ടി. ഇതൊക്കെ എത്ര മൈലേജ് കിട്ടും? 17 ആ ഒരു റേഞ്ച് മൈലേജ് കിട്ടും. വണ്ടി എന്ത് പറയും? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയല്ലേ? ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? വണ്ടി ഓടിയില്ല 75,000 കിലോമീറ്റർ. 75,000 കിലോമീറ്റർ. ഓക്കെ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3 ആയിട്ടുണ്ടല്ലേ? വണ്ടി വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക്. ഓക്കെ. നമുക്കൊരു 3,30,000 രൂപ റേഞ്ചിൽ കൊടുക്കാം. 3.30 ആണ്. ഓക്കെ. ലോണൊക്കെ എത്ര കയറും? 3 ലക്ഷം രൂപ അടുപ്പിച്ചൊക്കെ ലോൺ കിട്ടണ്ടേ? 3 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ 290 3 ലക്ഷം രൂപ റേഞ്ചിൽ ലോണും പാസ്. ഓക്കെ. അപ്പൊ നല്ല സ്ട്രോങ് പ്രൊഫൈൽ ആണെങ്കിൽ വെറും 30,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ലോൺ എടുക്കാം അല്ല? 30 ഉറപ്പ് മതി. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കിക്കോളൂ കേട്ടോ. സ്വിഫ്റ്റ് ഡീസലാ? ഡീസൽ വണ്ടിയാണ്. മോഡൽ എത്രയാണ്? 2014 VDI സ്വിഫ്റ്റ്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. കമ്പനി സർവീസ്. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ ഹിസ്റ്ററി മംഗളയിലുണ്ട്. ഓക്കെ. പിന്നെ ഇന്റീരിയർ ആണെങ്കിൽ പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റീരിയോ ഉണ്ട്. ടയറൊക്കെ ഒരു 75% 80% ടയറും ഉണ്ട്. ഓക്കെ. വണ്ടി നല്ല വണ്ടിയല്ലേ? പിന്നെ അടിപൊളി വണ്ടി. തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടി. ഇത് എത്ര ചോദിക്കണം നിങ്ങൾ? നമുക്ക് 3.80 കൊടുക്കാം. 3.80 കൊടുക്കാം. 2014 മോഡൽ വണ്ടി. ഓക്കെ. 3.80 ലാസ്റ്റ് ആണ്. 3.80 എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം കൂടി ചെയ്ത് കൊടുക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കി കളി കേട്ടോ. നിങ്ങൾ വന്ന് ഇവിടെ ഇന്ന് സംസാരിക്കുകയാണെങ്കിൽ പിന്നെയും വില കുറച്ച് തരും കേട്ടോ. ഈ ഗ്രേ കളറിൽ വരുന്ന ആൾട്ടോ 800 നമുക്ക് പരിചയപ്പെടാം. 800 ഇത് മോഡൽ എത്ര വരുന്നത്? 2013 മോഡൽ. ഓക്കെ. ഓപ്ഷൻ വരുന്ന LXI വണ്ടി. ഓക്കെ. വണ്ടി എന്തുപാട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ തട്ടുമുട്ടുകൾ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ? കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടി. ഓക്കെ. അതിനെത്ര ചോദിക്കുന്നത്? ഇത് ഫൈനൽ നമുക്ക് 1.75 കൊടുക്കാം. 1.75 കൊടുക്കല്ലേ? ഇത് മാക്സിമം ഫിനാൻസ് ഒരു 1.25 രൂപ ലോൺ കൊടുക്കാം. 1.25 ഫിനാൻസ് കിട്ടും. ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ എടുക്കാൻ പറ്റും. അപ്പൊ അടുത്ത നമുക്ക് ഒരു ഇറ്റിയോസ് ലിവ, ഒരു ഗോൾഡൻ കളറിലാണ് വരുന്നത്. വണ്ടി നല്ല കാണാൻ നല്ല ലുക്കുള്ള വണ്ടിയാണ് കേട്ടോ. ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2012 മോഡൽ ഇറ്റിയോസ് ലിവ GD. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? 1,38,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനെ മേജർ ആയിട്ടൊന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. വണ്ടി ന്യൂ ടൈപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പുതിയ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ന്യൂ ടൈപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ. ഇതിന് എത്ര ചോദിക്കണേ? നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു 3,15,000 രൂപ കിട്ടും. 3.15 ലോൺ കിട്ടൂലേ? ലോൺ കിട്ടും. ലോൺ മാക്സിമം കിട്ടും. ചെറിയ പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. അപ്പോ അടുത്ത നമുക്കൊരു ആൾട്ടോ 800 തന്നെ നമുക്ക് നോക്കാം. ഒരു വൈറ്റ് കളർ വരുന്ന വണ്ടി. ഇത് എത്ര മോഡൽ? ഇത് 2016 മോഡൽ വണ്ടി. ഓക്കെ. ഓപ്ഷൻ വരുന്ന LXI അല്ലേ? ഓപ്ഷൻ അതെ. വണ്ടി എന്തുപാട്? ഇത് കുഴപ്പമില്ല, നല്ല വൃത്തിയുള്ള വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇന്റീരിയർ ഒക്കെ നല്ല ഉഷാറ്, പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ 4 ടയറും പുതിയതാണ്. 4 ടയറും കടും പുത്തൻ ടയറാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. എത്ര ഓട്ടം ഉള്ളത്? ഇത് 87,000 ഓടിക്കുന്നല്ലേ? ഓക്കെ. വണ്ടി നല്ല വണ്ടി, നല്ല അടിപൊളി വണ്ടി. ഇത് ഓഫർ പ്രൈസിൽ കൊടുക്കും ചെയ്യാം. ഓക്കെ. എത്ര നിങ്ങൾ ചോദിക്കണേ? ഇത് 2,25,000 രൂപ കൊടുക്കാം. 2.25 ചോദിക്കുന്നത്. 2016 മോഡൽ 2.25 തന്നെ. മേജറായിട്ട് ആക്സിഡന്റ് ഒന്നുമില്ല. ഓക്കെ. വെറും 2.25 ചോദിക്കണേ. മോഡൽ 16 ആണ് കേട്ടോ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കി കളി. അപ്പൊ അടുത്ത നമുക്കൊരു ഇയോൺ നോക്കാം. ഇയോൺ ഇത് മോഡൽ എത്ര വരുന്നത്? 2018. ഓക്കെ. ഓപ്ഷൻ വരുന്നത് എറാ പ്ലസ് വണ്ടി. വണ്ടി എന്ത് റീപ്ലേസ്? വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ്. 89,000 90,000 കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയർ 4 പുതിയതാണ്. ഇൻഷുറൻസ് ഫുൾ കവർ പുതിയതാണ്. പിന്നെ കുഴപ്പമില്ല, നല്ല അത്യാവശ്യം മൈലേജ് കിട്ടുമല്ലോ. മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഒരു 18 ഒക്കെ എന്തായാലും മൈലേജ്. എത്ര ചോദ്യം? ഇത് നമുക്ക് 2,45,000 രൂപ കൊടുക്കാം. 2.45. 2018 മോഡൽ ഇയോൺ ആണ്. 2.45 ആണ്. 2 ലക്ഷം രൂപ 2.10 ഒക്കെ നമുക്ക് ലോൺ കിട്ടും. 2.10 ലോണും കിട്ടും. നല്ല സ്ട്രോങ് പ്രൊഫൈൽ ആണെങ്കിൽ ഒരു 30 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ എടുക്കാം. 2 അടിപൊളി സ്വിഫ്റ്റ് കാർ നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാം അല്ലേ? ഇത് എത്രയാണ് മോഡൽ? 2018 മോഡൽ. ഓക്കെ. ഇത് ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. ഓപ്ഷൻ VDI ആണ്. ഓക്കെ. എന്തുപാട് വണ്ടി? വണ്ടി അടിപൊളി വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. സർവീസ് കമ്പനി ഉണ്ട്. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഉള്ളു നോക്കുകയാണെങ്കിൽ പുറത്ത് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ വണ്ടി. ഇതിനെത്ര നിങ്ങൾ ചോദിക്കണേ? ഇത് നമ്മൾ 6.25 പറഞ്ഞ ഫൈനൽ നമുക്ക് 6 ലക്ഷം രൂപ കൊടുക്കാം. 6 കൊടുക്കാം. 6 രൂപയ്ക്ക് ഡീസൽ വണ്ടി. ഓക്കെ. 2018 മോഡലാണ്. ഓപ്ഷൻ എന്ന VDI ആണ്. 6 ലക്ഷം രൂപയാണ് മൂപ്പര് ചോദിക്കുന്നത്. ലാസ്റ്റ് ആണ് ഇത്
കസ്റ്റമർ വരട്ടെ, നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നോക്കാം. ഇവിടെ വരികയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും കുറച്ച് തരും. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി സെയിം മോഡൽ മോഡൽ എത്രയാണ്? 18. ഓക്കെ, 2018 മോഡലാണ്. ഓപ്ഷൻ വരുന്ന VDI ആണ്, LD ആണ്. ഓക്കെ, ഇതൊക്കെ എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഓടിയിട്ടുള്ളത് 80,000 കിലോമീറ്റർ ഓടി. 80,000 ഓടിയിട്ടുള്ളൂ അല്ല? ഓക്കെ, വണ്ടി എന്താ പറയുക? ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയറുകളൊക്കെ നല്ല ടയറാണ്. ഇൻഷുറൻസ് ഫുൾ കവർ നമ്മൾ പുതിയതാണ്. പിന്നെ അത്യാവശ്യം നമുക്കൊരു 80%, 85% ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ലോൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ ചോദിക്കാൻ വിട്ടു, ഇത് എത്ര ലോൺ കയറും? ഈ 6 ലക്ഷം രൂപ 85% ഒക്കെ ലോൺ ഇടാം. ഓക്കെ, 85% ഒക്കെ ഇടാലോ. ഓക്കെ, അപ്പൊ ഇതിന് നിങ്ങൾ ഇത്ര ചോദിക്കണം? ഈ വണ്ടിക്ക് നമ്മൾ 5,40,000 രൂപ നമ്മുടെ പ്രൈസ്. 5,40,000 നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? ഡീസലാണ്, വില കുറയും. പിന്നെ ഇതിന് മാക്സിമം ഒരു 5 രൂപ ഫിനാൻസ് കയറോ? ശ്രമിക്കാം. നമുക്ക് ഒരു നല്ല പ്രൊഫൈൽ, നല്ല സ്ട്രോങ് പ്രൊഫൈൽ ആണെങ്കിൽ ഒരു 5 ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നോക്കി കളി കേട്ടോ. രണ്ടും 2018 മോഡലാണ്. ഒന്ന് LD ഒന്ന് VDI. ഓക്കെ, ഇവിടെ നമുക്ക് മാരുതിയുടെ വാഗനർ സ്റ്റിംഗർ എന്നാണ് ഈ വണ്ടിക്ക് പറയുന്നത്. ഇത് മോഡൽ എത്രയാണ്? 2013 മോഡൽ VX വേരിയന്റ്. ഓക്കെ, 1,30,000 കിലോമീറ്റർ ഓടിയുണ്ട്. കമ്പനി സർവീസ് ഉണ്ട്. രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് നമ്മളെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വണ്ടിയല്ല? പിന്നെ അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടല്ലോ. അലോയ്സ് കാര്യങ്ങളൊക്കെ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സീറ്റ് കവർ കുഴപ്പമില്ലാത്ത സീറ്റ് കവർ ഉണ്ട്. ഓക്കെ, വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എത്ര ഇത് ചോദിക്കുന്നത്? ഇത് നമ്മൾ ഫൈനലായിട്ട് 2,95,000 രൂപ കൊടുക്കാം. 2,95,000 ചോദിക്കുന്നുണ്ട്. ഇതിന് ലോൺ എത്ര കിട്ടും? ഒരു 2.5 ലക്ഷം രൂപ റേഞ്ചിൽ ലോൺ പിടിക്കും. ലോൺ കിട്ടുമല്ലോ. ഓക്കെ, 40,000 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമല്ലോ. ഒരു 50,000 രൂപ കൊടുത്താൽ എന്തായാലും ഇപ്പൊ നിങ്ങൾ ചോദിക്കണമല്ലോ, നിങ്ങൾ എന്തായാലും കുറച്ച് കൊടുക്കും. നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയോളൂ കേട്ടോ. ഇന്നോവ കാരവൻ അല്ല? മിനി കാരവൻ. ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2012 G4 ഇന്നോവ. ഓക്കെ, DC മോഡിഫൈഡ് ആണ്. ബാക്കിൽ 2 സീറ്റ്. ഓടിയിട്ടുള്ളത് 1,20,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, വണ്ടിക്ക് ആക്സിഡന്റ് ഹിസ്റ്ററി, ഇതിന്റെ ഹൈലൈറ്റ് ഒന്ന് പറഞ്ഞേ. ഇത് ബാക്കിൽ 2 സീറ്റാണ്. മിനി കാരവനാണ് വണ്ടി. ബാക്കിൽ 2 മറ്റേ മസാജിങ് സീറ്റ് വരുന്നതാണ്. സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ അതില് TV, AC, TV, ഫ്രിഡ്ജ്, എല്ലാ സെറ്റപ്പും ഉണ്ടല്ലേ? ഓക്കെ, ഒരു യാത്ര ചെയ്യുന്ന ആൾക്ക് അത്യാവശ്യം ലോങ് ഒക്കെ പോകുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി പോവാ. എന്ത് റൂം ലോഡ്ജ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഉറങ്ങാം അല്ലെ? എല്ലാ സെറ്റപ്പ് ഉണ്ടല്ലേ? ഫ്രണ്ട് DC മോഡിഫൈഡ് ആണ് വണ്ടിട്ട്. DC മോഡിഫൈഡ് ആണ് നമുക്ക് അറിയുന്നവർക്ക് അറിയാം. DC മോഡിഫൈഡ് കോസ്റ്റ് വരുന്നതാണ്, എക്സ്പെൻസ് കൂടുതൽ വരുന്നതാണ്. ഇതിന് നിങ്ങൾ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 8,50,000 രൂപ കൊടുക്കാം. 8,50,000 രൂപ അല്ലെ? ഇത് മോഡൽ എത്ര പറഞ്ഞത്? 2012 G4. 2012 G4 ആണ്. 8,50,000 കൊടുക്കാം. കസ്റ്റമർ കറക്റ്റ് ആയിട്ട് നമുക്ക് വേറെ കറക്റ്റ് ഒരു കസ്റ്റമർ ഒക്കെ വരികയാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നിലവിൽ ഇത് ഗുജറാത്ത് റേഷനിലാണ് വണ്ടി. കേരള നമ്പർ ആയിട്ടില്ല. അപ്പൊ കേരള നമ്പർ ആക്കാൻ വേറെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. എക്സ്പെൻസ് നമുക്ക് ഇത് അതിൽ ചെയ്ത് കൊടുക്കാം. ഇതില് നിങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ട് ചോദിക്കാം. നമ്പർ ആക്കി കൊടുക്കാം. ഇവിടെ നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ് ഇവര് ചോദിക്കുന്നത്. 8,50,000. പിന്നെ വണ്ടി വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. ഫിനാൻസ് ഒക്കെ എത്ര കയറും? ഇതിന് നമുക്കൊരു 5 ലക്ഷം രൂപ റേഞ്ചിൽ ഫിനാൻസ് കിട്ടുമല്ലേ? നമ്പർ ആക്കിയാൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി. വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളും ലൊക്കേഷനൊക്കെ പിന്നെ അറിയാൻ പറ്റും. പിന്നെ വീഡിയോസ്, ഫോട്ടോസ്, വണ്ടിന്റെ എന്തെങ്കിലും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വിളിച്ചാൽ മൊബൈൽ അയച്ചു കേട്ടോ. അപ്പോൾ റാഷിദ് ഭായി, നമുക്ക് വാഗനർ നമുക്ക് നോക്കാം അല്ലേ? ഇത് മോഡൽ എത്ര തന്നെ? ഇത് 2013 മോഡൽ വാഗനർ LX. ഓക്കെ, വണ്ടി 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. കമ്പനി സർവീസ് ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. KL46 ഗുരുവായൂർ രജിസ്ട്രേഷൻ നിൽക്കുന്ന വണ്ടിയാണ്. രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. വണ്ടി പുറത്തായാലും അകത്തായാലും സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നല്ല നീറ്റ് ആണ്. സീറ്റ് കവർ, ഫാബ്രിക് സീറ്റ് കവർ, പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റീരിയോ ഉണ്ട്. നല്ല നീറ്റ് വിശ്വസിച്ച് നമുക്ക് വാറന്റിയിൽ കൊടുക്കാം. സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സ്പോയിലർ ബാക്ക് ചെയ്താൽ തന്നെ വണ്ടി കാണാൻ നല്ല ലുക്കാണ്, വൃത്തിയുണ്ട്. നല്ല ഇപ്പൊ ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഈ വണ്ടി. ഇതിന് എത്ര നിങ്ങൾ ചോദിക്കണേ? ഇത് നമ്മള് 2,75,000 രൂപ തന്നെ. വില കുറയോ? വില കുറയോന്ന് വെച്ചാൽ വില നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മള് കസ്റ്റമർ ഡയറക്റ്റ് വരികയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത റേറ്റിന് വണ്ടി കൊടുക്കാം. ഓക്കെ, കസ്റ്റമർ വന്ന് ഇഷ്ടപ്പെട്ട് നമുക്ക് ഉറപ്പായാലും നമ്മൾ കുഴപ്പമില്ലാത്ത റേറ്റിന് വണ്ടി കസ്റ്റമർ വണ്ടി വന്ന് ഇവിടെ ചെക്ക് ചെയ്ത് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പിന്നെ വിലന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ചർച്ച ചെയ്യാം അല്ലേ? വില എന്തായാലും കുറയും. നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചിട്ടാണ് കൊടുക്കാലോ. ഓക്കെ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.